ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആർച്ച് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെർച്വൽ ബോക്സിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആർച്ച് ലിനക്സ് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ആർച്ച് ലിനക്സ് ISO നിങ്ങൾക്ക് ടൊറന്റ് വഴിയോ അല്ലെങ്കിൽ നോർമൽ യൂഷ്വൽ പിന്നെ HTTP വഴിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. HTTP ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പിന്നെ റീജിയൻ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം സെലക്ട് ചെയ്യാം. ഇപ്പം ഇവിടെയാണെങ്കിൽ ഇപ്പം ഇന്ത്യ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ISO സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ആർച്ച് എന്ന് വെച്ചാൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള OS ആണ്. ഏറ്റവും മിനിമം എന്ന് വെച്ചാൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മിനിമൽ എന്നുള്ളതല്ല, അത് നമുക്ക് റൺ ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ ഒരു അത്രയും മൊഡ്യൂൾസ് മാത്രമേ ഡിഫോൾട്ട് ഇൻസ്റ്റാളേഷനിൽ വരുന്നുള്ളൂ. നമുക്ക് എക്സ്ട്രാ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം, അതായത് ഇപ്പം ഉബുണ്ടുലൊക്കെ കുറേ പിന്നെ ബ്ലോക്ക്വെയർ പോലെ കുറേ സോഫ്റ്റ്വെയർസ് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ അല്ല, ആർച്ച് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിസ്റ്റമായിട്ട്, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമുക്ക് എങ്ങനെയാണോ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് വേണ്ടത് അതേപോലെ ആയിരിക്കും. അത് നമുക്ക് എങ്ങനെയാണോ വ്യൂ വരേണ്ടത് അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ ഓൾറെഡി ആർച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഞാനിപ്പം വെർച്വൽ ബോക്സിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, വെർച്വൽ മെഷീനിൽ. ഇപ്പം അതിൻ്റെ പ്രോസസ്സിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഒരു 4GB റാം കൊടുത്തിട്ടുണ്ട്. 2 കോർ ഓക്കെ, പ്രോസർ 2 കോർ കൊടുത്തിട്ടുണ്ട്. 8GB 50 കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, ഞാനിത് മൂവ് ചെയ്യാം വേറൊരു വിൻഡോയിലേക്ക്. തൽക്കാലത്തെ ഞാൻ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ USB-യിൽ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ടെർമിനലാണ് വരിക. അതായത് ബാക്കിയുള്ള ഇപ്പം ഉബുണ്ടു ഒക്കെ ആണെങ്കിൽ ബേസിക്കലി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പിന്നെ ഇൻസ്റ്റാളർ വരും. ഇൻസ്റ്റാളർ ബേസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ ആർച്ച് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ മിനിമലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് ആകെ 1GB ഉള്ളൂ. പണ്ടൊക്കെ ഇതിൻ്റെ സൈസ് ആകെ 500 MB സംതിങ് അത്രയും ഉണ്ടായിരുന്നു, 500-600 MB എങ്ങാണ് ആ ഒരു സൈസേ ഉള്ളൂ. അതായത് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള OS എന്നുള്ള രീതിയിൽ എടുക്കാം നമുക്ക് ആർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിനക്സ് പഠിക്കാനും ലിനക്സിലുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ആ സമയം പിന്നെ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം ആർച്ച് പിന്നെ ജെൻഡോ എന്നൊക്കെ പറയുന്ന OS ഉണ്ട്. അതൊക്കെ ഇതേപോലത്തെ ഒരു ടൈപ്പാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് അതിൻ്റെ മെയിൻ പർപ്പസ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ആർച്ച് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യാണ്. റൂട്ടായിട്ടാണ് കയറുക. നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നെറ്റ് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാം. എൻ്റെ ഇപ്പം ഓൾറെഡി വെർച്വൽ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ സിസ്റ്റത്തിൽ ഓൾറെഡി നെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ IWD എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ IWCTL എന്ന് പറയുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും പിന്നെ വൈഫൈ കണക്ട് ചെയ്യാം. അതായത് ഇതിലിപ്പം ഇതാണ് അതിൻ്റെ കമൻറ്റ്. അതായത് സ്റ്റേഷൻ ലിസ്റ്റ് ചെയ്താൽ ഇപ്പം ഇതിൽ വൈഫൈ ഉണ്ടെങ്കിൽ, വൈഫൈ ഇല്ലാത്തതുകൊണ്ടാണ് വൈഫൈൻ്റെ വെർച്വൽ ബോക്സ് ആയതുകൊണ്ട് വൈഫൈ ഹാർഡ്വെയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലിപ്പം കാണിക്കാത്തത്. ഇവിടെ സ്റ്റേഷൻ ലിസ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റേഷൻ ലിസ്റ്റിൽ നമ്മുടെ വൈഫൈയുടെ പേര് കാണിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷൻ ലാൻ എന്തെങ്കിലും ഒരു പേര് അവിടെ ഡിവൈസിൻ്റെ സ്റ്റേഷൻ്റെ ഡിവൈസിൻ്റെ പേര് അവിടെ കാണിക്കും. LAN 0 ആണെങ്കിൽ LAN 0 സ്കാൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷൻ LAN 0 നമ്മുടെ കണക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതാണോ നമ്മുടെ ഡിവൈസ്, അതായത് നമുക്ക് ആ ഡിവൈസിന്റെ പേര് ഫസ്റ്റ് ലെറ്റർ മാത്രം അടിച്ചാൽ മതി. ടാബ് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഫില്ല് ചെയ്ത് വരും. അതായത് ഇപ്പം എൻ്റെ വൈഫൈൻ്റെ പേര് ഇപ്പം അനുരാഗ് വൈഫൈ എന്നിട്ടാണെങ്കിൽ ജസ്റ്റ് അനുരാഗ് എന്ന് ANU അടിക്കും, ടാബ് അടിക്കുമ്പോഴേക്കും അത് ഫില്ലായി വരും. ജസ്റ്റ് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുക്കുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ UI ഇല്ലാത്തതുകൊണ്ടുള്ള ഇതാണ്. നമുക്ക് ജസ്റ്റ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ NMTUI എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് പാക്മാൻ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അത് നെറ്റ് വേണമല്ലോ. സോ ബേസിക്കലി നിങ്ങൾക്ക് ഫസ്റ്റ് IWCTL വെച്ചിട്ട് നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് വയർഡ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വയർഡ് കണക്ഷൻ കണക്ട് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് മാനുവലി ഫ്രം ജസ്റ്റ് ടൂളൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് പോവാം. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ ഏത്
ലിനക്സിന്റെ വേർഷൻ ഏതാണോ വേണ്ടത്, ലിനക്സിന്റെ ഡീറ്റെയിൽസ് വേണോ, അല്ലെങ്കിൽ റോളിംഗ് പ്ലേസ് ആണോ വേണ്ടത്, ഏതാണോ വേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാനുവലി സ്യൂഡോ, ഇതിലുള്ള പാക്കേജ് മാനേജറിന്റെ പേര് പാക്മാൻ എന്നാണ്. നിങ്ങൾക്ക് പാക്മാൻ എന്നാണ് ഇതിന്റെ പാക്കേജ് മാനേജറിന്റെ പേര്. ഇതാണ് പാക്കേജ് മാനേജർ. ഈ പാക്കേജ് മാനേജർ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ടൂളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിപ്പം ഇതിൽ ബിൽഡിനായിട്ടൊരു ഇൻസ്റ്റാളർ വരുന്നുണ്ട്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സിമ്പിൾ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണത്. ആർച്ച് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഈ ഒരു ടൂളാണിത്. ആ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ള ഒരു പോപ്പ് വരും. ഒരു ടെർമിനൽ UI തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആർച്ചിന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് വേണ്ടത് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇപ്പം ഇതിന് മലയാളം ഇല്ല, നിങ്ങൾക്ക് മലയാളം സെർച്ച് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ മിറർ എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ പാക്കേജ് ഔട്ട് ഉണ്ടത്, നമുക്ക് നമ്മുടെ റീജിയൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും സ്പീഡായിട്ടുള്ള മിറർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാക്കേജ് ഇപ്പം പാക്മാൻ വെച്ചിട്ട് നമ്മൾ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇതിലേക്ക് ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇപ്പോൾ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫയർഫോക്സ് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു US-ലുള്ള സെർവറിൽ നിന്നൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അത് കുറേ സ്ലോ ആവും. അത് സിസ്റ്റം ഡൗൺലോഡിങ് ഭയങ്കര സ്ലോ ആവും. അപ്പം നമുക്ക് അതിന് പകരം നമുക്ക് നമ്മളെ ഇപ്പം ഇന്ത്യയിൽ തന്നെ കുറേ സെർവേഴ്സ് ഉണ്ട്. നമുക്കാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സെർവർ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. ഇപ്പം ഞാനിപ്പം ഇന്ത്യ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഇന്ത്യ സെലക്ട് ചെയ്തു. ഇപ്പം ഇന്ത്യയിലുള്ള അവരുടെ ആർച്ചിന്റെ സെർവേഴ്സ് എന്നായിരിക്കും നമുക്ക് ഇത് വരിക. ഇന്ത്യയിലുള്ള ആർച്ചിന്റെ സെർവർ എന്ന് പറയാൻ പറ്റില്ല. അത് ബേസിക്കലി ഈ പല ഓർഗനൈസേഷൻസും, അതായത് പിന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റിയൊക്കെ ഈ ആർച്ചിന് വേണ്ടിയിട്ട് പാക്കേജ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെർവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സെർവേഴ്സ് എന്നായിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് റീജിയൻ സെലക്ട് ചെയ്യാം. റീജിയൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലോക്കലി നിങ്ങൾക്ക് പിന്നെ US ഏതാണോ കീബോർഡ് ലേഔട്ട് വേണ്ടത് അത് എടുക്കാം. പിന്നെ അതേപോലെ ലാംഗ്വേജ് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം. പിന്നെ അതേപോലെ എൻകോഡിങ് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഡിഫോൾട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡിസ്കിന്റെ ഏതാണ് ഡിസ്ക് വേണ്ടത്, നിങ്ങളുടെ പാർട്ടീഷൻ ഏതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവൽ പാർട്ടീഷനിങ് എടുക്കാം. അതല്ലെങ്കിൽ അവർ തന്നെ, അതായത് സിസ്റ്റം തന്നെ ഡിഫോൾട്ട് പാർട്ടീഷൻ എടുക്കും. നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പം ഡിഫോൾട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ 60 GB ഹാർഡ് ഡിസ്ക്. ഞാനിപ്പം അത് സെലക്ട് ചെയ്തു. സ്പേസ് ടാബ് അടിച്ചിട്ടാണ് ഹാർഡ് ഡിസ്കിന്റെ സെലക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതായത് ഞാനിപ്പം സ്പേസ് അടിച്ചാൽ അത് സെലക്ട് ആവും. ഒന്നുകൂടി സ്പേസ് അടിച്ചാൽ അത് റിമൂവ് ആവും. അപ്പോൾ സ്പേസ് അടിച്ച് ഇത് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് അതിന് വേണ്ട ഏതാണോ പാർട്ടീഷൻ ഫോർമാറ്റ് വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാം. BTRFS ആണ് ഇപ്പോഴത്തെ ഏറ്റവും കുറച്ചുകൂടി ഇതായിട്ടുള്ളത്. പിന്നെ വലിയ സിസ്റ്റം, ഓഫീസ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കോൺഫിഗർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് XFS എടുക്കാം. കുറച്ചുകൂടി പിന്നെ റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ESP4 നമ്മളെ ലെജൻഡറി പഴയ ഒരു ഡിസ്ക് ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് വിക്കിപീഡിയയിൽ അടിച്ചാൽ ഇതിന്റെ BTRFS എന്താണ്, ext4 എന്താണ്, പിന്നെ ഈ XFS എന്ന് പറയുന്ന ഫയൽ സിസ്റ്റം എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഓരോന്നിന്റെയും ഡിഫറൻസും അതിന്റെ കോൺസും പോസും ഒക്കെ നിങ്ങൾക്ക് അതിൽ പിന്നെ വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഞാനിപ്പം BTRFS ആണ് എടുക്കുന്നത്. പിന്നെ BTRFS സബ് ബോളി ആക്കിയിട്ട് നമുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ളത്. അതായത് മെയിൻ ബോളി ഉണ്ടാവും, എന്നിട്ട് അതിൽ ഒരു പിന്നെ എന്താ പറയുക വെർച്വൽ ആയിട്ടുള്ള കുറെ പാർട്ടീഷൻസ് ഉണ്ടാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ കംപ്രഷൻ വേണോ എന്നുള്ളത്. ഓക്കെ, ഇപ്പം പാർട്ടീഷനിങ് എടുത്തിട്ടുണ്ട്. BTRFS യൂസ് കംപ്രഷൻ. ഓക്കെ, പാർട്ടീഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ. ഓക്കെ, ഡിസ്ക് നമ്മൾ ബാക്ക് അടിച്ചാൽ മതി. ഞാനത് ബാക്ക് അടിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് വരിക, നമ്മൾ ചൂസ് ചെയ്യുക, ഡിസ്ക് എടുക്കുക. ഡിസ്ക് എടുത്തിട്ട് ഏതാണ് പാർട്ടീഷൻ ഫോർമാറ്റ് വേണ്ടത് അത് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വോളിയം വേണമെന്നുണ്ടെങ്കിൽ വോളിയം സെലക്ട് ചെയ്യാം.
പിന്നെ കംപ്രഷൻ വേണമെന്നുണ്ടെങ്കിൽ കംപ്രഷൻ സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് കോപ്പി ഓൺ റൈറ്റ്, അത് BTRFS നമുക്ക് കോപ്പി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള ഒരു വേർഷൻ ഉണ്ട്. നമുക്ക് അത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. ഇത് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ പാർട്ടീഷൻ വരുന്നത്. ഇപ്പം ക്രിയേറ്റ് ഇത്രയും പാർട്ടീഷൻ ഉണ്ട്. അറ്റ്, ഹോം, ലോഗ്, പാക്കേജ് ഓരോന്നിനും നമ്മൾ പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് അടിക്കുക, അത് ഡിഫൈൻഡ് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ ഡിസ്കിന് എന്തെങ്കിലും എൻക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്രിപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻക്രിപ്ഷൻ ടൈപ്പിംഗ് അതിന്റെ കീ പാസ്വേഡ് ഒക്കെ സെലക്ട് ചെയ്യാം. ഡിസ്ക് എൻക്രിപ്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ബൂട്ട് ലോഡർ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. ഗ്രൂപ്പ് എടുക്കാം, അല്ലെങ്കിൽ ലൈനിന് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഗ്രൂപ്പ് ലെജൻഡറി ആണ്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ ഒക്കെ ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്വാപ്പ് വേണോ, പിന്നെ ഹോസ്റ്റ് നെയിം. ഞാനിപ്പം എൻ്റെ അനുരാഗ് എന്നിട്ടാണ് ഞാൻ ഹോസ്റ്റ് നെയിം കൊടുക്കുന്നത്. പിന്നെ റൂട്ടിന്റെ പാസ്വേഡ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനിയിപ്പം ഒരു സാമ്പിൾ പാസ്വേഡ് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ യൂസർ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പം എൻ്റെ പേര് തന്നെ ഒരു യൂസർ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, ആ യൂസർ സൂപ്പർ യൂസർ ആവണോ വേണ്ടിയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ യൂസർ ഇല്ലാതെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. സൂപ്പർ യൂസർ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ഒരാൾ ഒരു യൂസർ എങ്കിലും സൂപ്പർ യൂസറായി വെക്കുന്നത് നല്ലതാണ്. കൺഫേം ചെയ്യുക. ഇനി വേറെ യൂസേഴ്സിന് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് യൂസർ എന്നിട്ട് നിങ്ങൾക്ക് യൂസർ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കൺഫേം ആൻഡ് എക്സിറ്റ് കൺഫേം ചെയ്ത്. പിന്നെ പ്രൊഫൈല് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രൊഫൈൽ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഡെസ്ക്ടോപ്പ് പ്രൊഫൈൽ വേണോ, മിനിമൽ വേണോ, അല്ലെങ്കിൽ നിങ്ങൾ സെർവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ആർച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രൊഫൈൽസ് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഡെസ്ക്ടോപ്പ് ആണ് എടുക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഏത് ഡെസ്ക്ടോപ്പ് എടുക്കണം എന്നുള്ളത്, എൻവയോൺമെന്റ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഉബുണ്ടുവിലൊക്കെ ആണെങ്കിൽ ഉബുണ്ടു ഇപ്പം കുബണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇതുണ്ട്. പിന്നെ ലുബണ്ടു, അതായത് LXT വേർഷൻ ഉബുണ്ടു, പിന്നെ KD വേർഷൻ ഉബുണ്ടു, പിന്നെ അതേപോലെ ഉബുണ്ടു നോർമൽ ഉബുണ്ടു എന്ന് പറയുന്നത് ഗ്നോം വേർഷൻ ആണ്. അതേപോലെ നമുക്ക് പല വേർഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് i3 ആണ്. അതായത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് i3 എങ്ങനെ കോൺഫിഗർ ചെയ്യാനുള്ള ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. സോ i3 ആണ് ഞാൻ വിൻഡോ മാനേജറായിട്ട് എടുക്കുന്നത്. ഞാൻ i3 എടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഡ്രൈവർ ഓപ്പൺ സോഴ്സും എല്ലാത്തും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പം ഇവിടെ നിങ്ങൾക്ക് പ്രൊപ്പറേറ്ററിയും ഓപ്പൺ സോഴ്സും എല്ലാം നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ വെർച്വൽ ബോക്സ് ആയതുകൊണ്ട് ഓൾ ഓപ്പൺ സോഴ്സ് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ഏതാണ് നമുക്ക് ഇത് വേണ്ടത്, അതായത് ലോഗിൻ സിസ്റ്റം വേണ്ടത് ഏതാണെന്നുള്ളത്. ഇവിടെ ലൈറ്റ് GDM എടുക്കാം, ലൈറ്റ് DM എടുക്കാം. പിന്നെ LY എന്ന് പറയുന്നത് ഒരു UI ബേസ്ഡ്, ഐ മീൻ TUI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോഗിൻ മാനേജറാണ്. അതായത് UI ഉണ്ടാവില്ല, ജസ്റ്റ് TUI ആയിരിക്കും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നത്. ഈ കസ്റ്റമൈസേഷൻ ഒക്കെ കുറവാണ്. ഞാനിപ്പോൾ ലൈറ്റ് DM എടുക്കുകയാണ് ഡിഫോൾട്ട് തന്നെ. ഓക്കെ, ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റും ഞാൻ എടുത്തു. ഓഡിയോ ഡ്രൈവർ ഏത് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പൈപ്പയറാണ് എടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നത് പൈപ്പയറിലാണ്. പിന്നെ കേണലിൽ ലിനക്സ് എടുക്കുകയാണ്. ഞാനുള്ള നിങ്ങൾക്ക് പല രീതിയിൽ എടുക്കാം കേട്ടോ. LTS വേർഷൻ ആണെങ്കിൽ LTS എടുക്കാം, സെൻ എടുക്കാം, ഹാർഡൻഡ് വേണമെങ്കിൽ ഹാർഡൻഡ് എടുക്കാം. ഞാൻ ലിനക്സ് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് റോഡിംഗ് റിലീസ് ആണ് എടുക്കുന്നത്. പിന്നെ അഡീഷണൽ പാക്കേജസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം ഞാനിപ്പം ക്രോമിയം അല്ലെങ്കിൽ ഫയർഫോക്സ് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഫയർഫോക്സ് കൊടുക്കുകയാണെങ്കിൽ ഫയർഫോക്സ് ഞാനിപ്പം സെലക്ട് ചെയ്ത് തരുന്നുണ്ട്. അഡീഷണൽ പാക്കേജിൽ ഫയർഫോക്സ് ഉണ്ട്. ഇനിയിപ്പം പിന്നെ വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോം ഇട്ടിട്ട് അടുത്ത പാക്കേജ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പം നിയോഗിന്നു വേണമെന്നുണ്ടെങ്കിൽ നിയോഗിം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. നിയോഗിമിൻ്റെ പാക്കേജ് സം പാക്കേജ് നോട്ട് ഓക്കെ. സ്പേസ് ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ നിയോഗവും ഫയർഫോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ജസ്റ്റ് കോപ്പി ISO കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പം നെറ്റ്വർക്ക് മാനേജർ വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാനേജർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നെറ്റ്വർക്ക് മാനേജർ എടുത്തിട്ടുണ്ട്. പിന്നെ ടൈം സോണും നിങ്ങളുടെ ടൈം സോൺ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊൽക്കട്ട ആണ് ഇന്ത്യൻ ടൈം സോൺ വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിടാം. അതായത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഏഷ്യ കൊൽക്കട്ട അടിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വരും.
പിന്നെ NTP വേണമെന്നുള്ള NTP എന്ന് വെച്ചാൽ നിങ്ങൾ നെറ്റ് ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടൈം സിങ്കപ്പ് ആവും. അതായത് ഏഷ്യ കൊൽക്കത്തൻ്റെ ടൈം യൂസ് ചെയ്തിട്ട് NTP സെർവർ വെച്ചിട്ട് അത് ടൈം സിങ്ക് ചെയ്യും. മനസ്സിലായല്ലോ? അതായത് നിങ്ങളുടെ ടൈം ഇപ്പം സിസ്റ്റം ഓഫ് ആയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ സിസ്റ്റം ഓൺ ആക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈം ചിലപ്പോൾ മിസ്മാച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം ബയോസിന്റെ ടൈം ഡിഫറെന്റ് ആണെങ്കിലൊക്കെ ടൈം മിസ്മാച്ച് വരും. അപ്പം ആ ടൈം മിസ്മാച്ച് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് NTP യൂസ് ചെയ്യുന്നത്. NTP ആകുമ്പോൾ നിങ്ങൾ സെർവർ ബേസ് ചെയ്തായിരിക്കും സെർവർ ടൈം ഉണ്ടാവുക. നെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് NTP ബേസ് ചെയ്തിട്ട് ടൈം കറക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ ടൈം സോൺ ബേസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഓപ്ഷണൽ പാക്കേജ്, അതായത് മൾട്ടി ലൈബ്രറി എന്ന് വെച്ചാൽ 32-bit പ്രോഗ്രാം 32-bit സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ലൈബ്രറി എനബിൾ ചെയ്ത് ഇടാം. ഓക്കെ, സേവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്തിടാം. എനിക്കിപ്പോൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കണം. ഓക്കെ, ഈ പാർട്ടീഷൻസ് ഫോർമാറ്റ് ചെയ്യണം. ഇത് കുറച്ച് ടൈം എടുക്കും. ഐ മീൻ നമ്മളിപ്പം ചൂസ് ചെയ്തിട്ടുള്ള ലിനക്സ് ഫേംവേഴ്സ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അവരത് ഇൻസ്റ്റാൾ ചെയ്യണം. ആ സിസ്റ്റം ഓരോ ടൂളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ലിനക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ലിനക്സിന്റെ ഫേംവെയർ ഇൻസ്റ്റാളേഷൻ വരെയാണ്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഇപ്പം ഡൗൺലോഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം എൻ്റെ ഇപ്പം 80 Mbps ഒക്കെ കിട്ടിയിട്ടുണ്ട് സ്പീഡ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ലിനക്സ് ഫേംവെയർ. ഇവിടെ 80 Mbps കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്പീഡ് അത് ബേസ് ചെയ്തിട്ടിരിക്കും, നമ്മുടെ കണക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഇവിടെ ഞാനിപ്പോൾ i3 വിൻഡോ മാനേജറാണ് എടുത്തിട്ടുള്ളത്. i3 അല്ലാതെ ഓസം വിൻഡോ മാനേജർ, പിന്നെ സ്വേ, പിന്നെ ഗ്നോം എടുക്കാം, അല്ലെങ്കിൽ KD എടുക്കാം. അതായത് നിങ്ങൾ ഇപ്പം വിൻഡോസിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് KD എടുക്കാം. KD കുറച്ചും കൂടി പഴയ വിൻഡോസ് XP അല്ലെ 7 ആ ഒരു മോഡലുള്ള ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിൻഡോ മാനേജർ എടുക്കാം. ഇനി ഉബുണ്ടുവിന്റെ ഫ്ലേവറാണ് വേണ്ടെങ്കിൽ, ഉബുണ്ടുവിന്റെ ഡിഫോൾട്ട് ഫ്ലേവറുള്ള സാധനമാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്നോം എടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ സെർവറിലേക്കാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ആവശ്യമുള്ള സെർവർ പാക്കേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സെർവർ എടുത്താൽ മതി. നിങ്ങൾക്ക് അഡീഷണൽ പാക്കേജസ് ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ സൈസ് വീണ്ടും ലോ സൈസിലേക്ക് പോകും. ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് വെച്ചാൽ ഗ്രാഫിക്കൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല സൈസ് വേണ്ട സാധനമാണ്. ഇപ്പം i3 എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. നിങ്ങൾക്ക് അതിന്റെ i3 യൂസ് ചെയ്ത് എനിക്കറിയാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് മിനിമലാണ്. ടൈലിംഗ് വിൻഡോ മാനേജർ എന്നാ പറയാ. അതായത് നമുക്ക് ടൈല് പോലെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമും ഓരോ ടൈലിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഇതിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ആർച്ചിൽ നിങ്ങൾക്ക് ആർച്ച് സെക്യൂരിറ്റി ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആർച്ചിന് ബ്ലാക്ക് ആർച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ആർച്ച് ലിനക്സിന് വേണ്ടിയിട്ടൊരു സെക്യൂരിറ്റി, അതായത് ഹാക്കിംഗ് ടൂൾസുകളൊക്കെ ഇൻബിൽഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂൾ ഉണ്ട്. അതായത് കാളി പോലെ. ആർച്ച് എന്ന് പറയുന്നത് ഒരു ഇപ്പം കാളി എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഉബുണ്ടുവിന്റെ ഒരു ഫ്ലേവറിന് ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ഡെബിയൻ ആണ് ബേസിക്കലി ഇതിന്റെ ഒക്കെ ഇത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഡെബിയൻ പോലെ അല്ലെങ്കിൽ ഉബുണ്ടു പോലെ അല്ല. ഇത് ഫ്രം ഒരു ഇൻഡിപെൻഡന്റ് പാക്കേജ് മാനേജർ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിന്റെ ഫ്ലേവറിലാണ് പിന്നെ മഞ്ചോറോ എന്നൊക്കെ പറഞ്ഞുള്ള ലിനക്സ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ കുറെ ലിനക്സ് ഐ മീൻ ഉബുണ്ടു ആർച്ചിന്റെ ഫ്ലേവറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ പക്ഷേ കുറച്ചും കൂടി ഇതേപോലെ ഉബുണ്ടു പോലെ ആയിരിക്കും. കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ടൂളും ആവശ്യമുള്ള ടൂളും ഒക്കെ ആയിട്ടൊരു കമ്പൈൻഡ് ആയിരിക്കും സാധനങ്ങളൊക്കെ. പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ നമുക്ക് എന്താവും നമുക്ക് ആവശ്യം അത് മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക്. ഇപ്പൊ നമ്മൾ കൊടുത്ത പാക്കേജ് അതിന്റെ ഡിപെൻഡൻസീസ് മാത്രമേ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ ഇൻസ്റ്റാളേഷൻ പോകില്ല. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് മിനിമം ആണെങ്കിലും ഇനി നമ്മുടെ പഴയ സിസ്റ്റം ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അധികം ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിസ്റ്റം കോൺഫിഗർ. ഉബുണ്ടു ഒക്കെ എന്ന് വെച്ചാൽ ഒരു 4GB റാമിലൊക്കെ ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. എന്നാൽ LX ഉബുണ്ടു ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇത് ആർച്ച് എന്ന് പറയുന്നു ഇപ്പൊ i3 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏത് സിസ്റ്റത്തിലും നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മെമ്മറിയും കാര്യങ്ങളും റാം കാര്യങ്ങളൊന്നും വലിയ സീൻ ഇല്ലാതെ തന്നെ റൺ ചെയ്യാൻ വേണ്ടി പറ്റും.
ഇപ്പം ഇൻസ്റ്റാളേഷൻ. പിന്നെ ഇതേപോലെ ഈ ഇന്റർനെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടോ നിങ്ങൾ 7 ഇപ്പം ബാക്കിയുള്ള സ്പീഡൊക്കെ കണ്ടോ? അത് ചെറിയ പാക്കേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് മാക്സിമം കിട്ടില്ല. അത് ഇപ്പം 160 KB ഒക്കെ കിട്ടുക. വലിയ പാക്കേജസ് ഒക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്പീഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉണ്ടോ ആ വിം റൺ ടൈം ആ പാക്കേജ് കണ്ടില്ലേ? ഈ വിം റൺ ടൈം പറയാം, അത് 40 MB കിട്ടും. കുറച്ച് സൈസ് ഉണ്ട്, അതുകൊണ്ട് ആ ടൈം പാക്കേജിന് അത്രയും ഇത് കിട്ടിയത്. എക്സോർഗ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നമ്മൾ i3 എന്ന് പറയുന്നത് എക്സോർഗ് ബേസ് ചെയ്തിട്ടുള്ള പിന്നെ വിൻഡോ മാനേജറാണ്. ഇത് i3 തന്നെ വെയ്ലാൻഡ് ബേസ് ചെയ്തിട്ടുള്ളുണ്ട്, സ്വേ എന്ന് പറയുന്ന ഒരു വിൻഡോ മാനേജർ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു ഇതിലുള്ള സാധനമാണ് പിന്നെ എന്താ ഹൈപ്പർലാൻഡ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ ഒരു ടൈലിംഗ് വിൻഡോ മാനേജറാണ്, പക്ഷേ കുറച്ചും കൂടി UI 3D എഫക്ട്സും കാര്യങ്ങളൊക്കെയുള്ള. ഓക്കെ, സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം റീബൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആർസിലേക്ക് നമുക്ക് എന്താ പറയുക തരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റീബൂട്ട് കൊടുത്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഓയസ്. ഓക്കെ, ഞാനിപ്പം അൺമൗണ്ട് ചെയ്തിട്ടുള്ള എൻ്റെ ISO എനിക്ക് വേണമെങ്കിൽ ഇവിടെ അൺമൗണ്ട് ചെയ്യും. അൺമൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വരുന്നത്. നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ LXDM. ഇതെല്ലാം നിങ്ങൾക്ക് ഉബുണ്ടുവിന്റെ ആ സ്റ്റൈലുള്ള സാധനമാണ് വേണ്ടെങ്കിൽ GDM എന്ന് പറയുന്ന സാധനം നേരത്തെ ഞാൻ കണ്ടല്ലോ. ഞാൻ ഗ്രേറ്റർ ചൂസ് ചെയ്തിട്ടില്ലേ, ആ ഗ്രേറ്ററിൽ നിങ്ങൾക്ക് LXDM പകരം GDM എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉബുണ്ടുവിന്റെ ആ ഒരു ലോഗിൻ ആയിരിക്കും, ആ ഒരു ടൈപ്പ് ലോഗിൻ സ്ക്രീൻ ആയിരിക്കും വരിക. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ LY ആണെങ്കിൽ ഈ UI ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ടെർമിനലായിരിക്കും ഉണ്ടാവുക. അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കയറാം. അത് കുറച്ചും കൂടി ടെക്നിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് പിന്നെ എന്താ പറയാ i3 എന്ന് പറയുന്നത്. ഇതിലിപ്പം ബാക്ക്ഗ്രൗണ്ട് ഇമേജും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ i3യുടെ കൺട്രോൾ കീ ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പം വിൻഡോസ് വേണോ, വിൻഡോ കീ വേണോ, ഓൾട്ട് കീ വേണോ? ഞാനിപ്പോൾ വിൻഡോ കീ ആണ് എടുക്കുന്നത്. കണ്ടോ, അതായത് വിൻഡോ D ഒക്കെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് ഉബുണ്ടു ഇതൊക്കെ പോലെയല്ല, അതായത് നോർമൽ വിൻഡോസ് ഒക്കെ പോലെയല്ല. ഇതിൽ വിൻഡോ മാനേജർ നമുക്ക് ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഈ i3 കോൺഫിഗർ ചെയ്യാം. ഇതിലുള്ള ഡിഫോൾട്ട് എന്ന് പറയുന്നത് DRun എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, ലോഞ്ചർ എന്ന് പറയുന്നത്. ഞാനിപ്പം വിൻഡോ D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോഞ്ചർ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കുറെ പ്രോഗ്രാം, ഈ ഫയർഫോക്സ് ആണ് വേണ്ടെങ്കിൽ ഫയർഫോക്സ് സെർച്ച് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫയർഫോക്സ് ഓപ്പൺ ആവും. പിന്നെ എനിക്കിപ്പം ടെർമിനൽ വേണമെന്നുണ്ടെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യും. ഇതിന് ഒരു കോൺഫിഗറേഷൻ ഫോൾഡർ ഉണ്ട്, നിങ്ങൾക്ക് ഞാനിപ്പം കാണിച്ചു തരാം. അതായത് .config i3 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറിലാണ് ഇതിന്റെ കോൺഫിഗറേഷൻ ഉള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ കോൺഫിഗറേഷൻ പല രീതിയിലേക്ക്, ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഈ വിൻഡോ മാനേജർ മാറ്റിയിട്ട് കിറ്റി ആക്കാണ്. ഓക്കെ, കിറ്റി ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇപ്പം ഇതിന്റെ വിൻഡോ മാനേജർ ഡിഫോൾട്ട് ഐറ്റം വിൻഡോ മാനേജറാണ്. എനിക്ക് വേണമെങ്കിൽ ആ ടെർമിനൽ പോയി എനിക്കത് മാറ്റിയിട്ട് എനിക്ക് വേറെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് നമുക്ക് ആ വിൻഡോ മാനേജർ മാറ്റാം. ഇനി അല്ലെങ്കിൽ ടേം എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്, അതായത് $term. ഇത് നിങ്ങൾ കിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിഫോൾട്ട് കിറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് കിറ്റ് സെറ്റ് ചെയ്യാണ്. കൺട്രോൾ ഷിഫ്റ്റ് വിൻഡോ ഷിഫ്റ്റ് R എന്ന് പറയുന്നതാണ് റീലോഡ് ബട്ടൺ. അതായത് ഈ ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻ നമുക്ക് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോ ഷിഫ്റ്റ് R ക്ലിക്ക് ചെയ്യുന്നത്. എനിക്ക് ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിപ്പം ഈ വിൻഡോ ടെർമിനൽ ഓപ്പൺ ക്ലോസ് ചെയ്യാണ്. ഞാൻ ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്നത് തന്നെ ഇത് കിറ്റിയാണ്. കിറ്റ് വിൻഡോ മാനേജറാണ്. കിറ്റിയുടെ ടെർമിനലാണ് ഇപ്പം വന്നിട്ടുള്ളത്. എനിക്ക് കിറ്റൺ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് പിന്നെ വിൻഡോ മാനേജറിന്റെ ടെർമിനലിന്റെ തീം മാറ്റാണെങ്കിൽ തീം എനിക്ക് മാറ്റാം. ഞാനിപ്പം ഇതിൽ ആറ്റം 1 എടുക്കാം.
മോഡിഫൈ. ഓക്കെ, ആറ്റം തീമാണ് എനിക്ക് ഇഷ്ടമുള്ള തീമുകൾ എനിക്കിതിൽ ചൂസ് ചെയ്യാം. എനിക്ക് പല രീതിയിൽ എനിക്ക് പിന്നെ അതേപോലെ ഇതിന്റെ i3യുടെ ഒരു വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് എടുക്കാം. ഇതാണ് ഇതിന്റെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇതിപ്പം i3 സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ബാർ ആണുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ്, അതായത് എൻ്റെ നെറ്റ് എതർനെറ്റിന്റെ കണക്ഷൻ, പിന്നെ ഓരോ കാര്യങ്ങൾ, അതായത് എത്ര സ്റ്റോറേജ് ഉണ്ട്, ബാക്കി കാര്യങ്ങളും ഒക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ i3യുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാം. ഇതാണ് ബേസിക്കലി പിന്നെ എന്താ പറയുക ആർച്ചിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കഴിയും. ഓക്കെ, നമുക്കിനി ഒരു i3യുടെ സെഷൻ ഞാൻ നെക്സ്റ്റ് എടുക്കാം. ഇപ്പം ഇതിപ്പോൾ i3 ആണ് ബേസിക്കലി. ഇപ്പം i3 ഉണ്ടോ എൻ്റെ UI ഇത് i3 സ്റ്റാറ്റസിനാണ് ഞാൻ പിന്നെ i3 ബ്ലോക്ക് എന്ന് പറയുന്ന വേറൊരു സ്റ്റാറ്റസ് ബാറാണ് എടുത്തിട്ടുള്ളത്. അതിലിങ്ങനെ എനിക്കിങ്ങനെ വാൾപേപ്പർ ഒക്കെ സെറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ഈ രീതിയിൽ സെർച്ച് ചെയ്ത് പിന്നെ ലോഞ്ചർ ഉണ്ട്. അതായത് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ഇവിടെ നിന്ന് ലോഞ്ചർ സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഡി റണ്ണും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡി റണ്ണാണിത്. എനിക്കിപ്പോൾ ഫയർഫോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഫയർഫോക്സ് സെലക്ട് ചെയ്യാം. പിന്നെ കുറേ കാര്യങ്ങൾ, അതായത് എനിക്കിപ്പം സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ, എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഷോട്ട് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ഇതിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിലെനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും, ഐ മീൻ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് ടെസ്റ്റ് ഡാറ്റ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കുറേ ടൂളുകൾ ഇതിലുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് ക്ലിക്ക് ബോർഡ് മാനേജർ ഉണ്ട്. ഇതെൻ്റെ ക്ലിക്ക് ബോർഡ് മാനേജറാണ്. ക്ലിക്ക് ബോർഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. അതായത് ഞാൻ കോപ്പി ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ ഉണ്ടാവും. എനിക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ, അതായത് നമുക്ക് മൗസ് യൂസ് ചെയ്യാതെ കൂടുതലായിട്ട് കീബോർഡ് യൂസ് ചെയ്തിട്ട് എനിക്കിപ്പം എൻ്റെ പിന്നെ ബ്രൗസർ വിൻഡോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിൻഡോ 1 ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസറിലേക്ക് പോകും. വിൻഡോ 2 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെർമിനലിലേക്ക് പോകും. വിൻഡോ 3 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വിൻഡോ എനിക്ക് ഇവിടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഡിസ്കോഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിസ്കോഡ് ഓപ്പൺ ആയി. ഞാൻ ഓരോ വിൻഡോയിലേക്കും എനിക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓരോ ഇതും, അതായത് നമ്മൾ വർക്ക് സ്പേസ് ഒക്കെ പോലെയാണ് ഇത് i3 എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഓക്കെ, താങ്ക് യു.